ഇനി പറയാൻ പോകുന്നത് ബെഞ്ച് മാർക്കിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ടാറ്റ ഡേയ്സിനെ എടുത്തോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റിലയൻസ് ആയിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു പയനിയർ കമ്പനീനെ നമ്മൾ കമ്പനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു കോപ്പി ദ സെയിം, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ഫോളോ ദ സെയിം എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ ബെഞ്ച് മാർക്കിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അവരുടെ ബെസ്റ്റ് പ്രാക്ടീസസ് ഐഡൻറ്റിഫൈ ചെയ്യുക, വി ആർ ഓൾസോ ഗോയിങ് ടു അഡോപ്റ്റ് ദ സെയിം. സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെഞ്ച് മാർക്കിംഗ് ചെയ്യാൻ പോകുന്നത്, വാട്ട് ഓൾ ആർ ദി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ബെഞ്ച് മാർക്കിംഗ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ഡിറ്റർമൈൻ ദ ബെഞ്ച് മാർക്ക് ഫോക്കസ്. അതായത് നമ്മളിതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏതൊക്കെ കമ്പനികളുണ്ട്, അവരുടെ എന്ത് കാര്യമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. അതാണ് ബെഞ്ച് മാർക്ക് ഫോക്കസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിച്ച് ഓൾ കമ്പനി വിൽ ഇൻക്ലൂഡ് ഇൻ ആർ റിസർച്ച്, വാട്ട് ആർ വി ഗോയിങ് ടു ഫോളോ, അങ്ങനെ. നെക്സ്റ്റ് വൺ എന്താണ്, പ്ലാനിങ് ആൻഡ് റിസർച്ച്. ഡ്യൂറിങ് ദിസ് ഫേസ് ദ കമ്പനി പുട്സ് റിസോഴ്സസ് ടുഗെദർ ടു ഇംപ്ലിമെൻറ്റ് ദ പ്രോജക്റ്റ്. അതായത് ഒരു സർവേ നടത്തുക, അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വി ഹാവ് ടു സീക്ക് അഡ്വൈസ് ഫ്രം ദം. പിന്നെ എത്രത്തോളം ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ് ആൻഡ് റിസർച്ച് സ്റ്റേജിലുള്ളത്. ഇനി നമ്മളിപ്പം പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഫോർ അസ്, അല്ലേ. വി ഹാവ് ടു ഗ്യാദർ ഡേറ്റ. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെസ്ലെ, അവർക്ക് ഇത്ര മാർക്കറ്റ് ഷെയർ അവർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും സെയിൽസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. ഹൗ ഡിഡ് ദേ ഡൂ ദാറ്റ് എന്നുള്ള ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യണമല്ലോ. സോ വി ഹാവ് ടു കളക്ട് ദി ഡേറ്റ through which they have attained that particular objective. Next, analysis. അതായത് ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം വി ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്, അത് സ്ക്രൂട്ടനൈസ് ചെയ്യണം. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ആ ഡേറ്റ നമുക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ, നമുക്ക് അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അനാലിസിസ്. ലാസ്റ്റ് എന്താണ്, നമ്മളിതുപോലെ അനാലിസിസ് നടത്തിയതിന് ശേഷം എവിടെയൊക്കെ നമുക്ക് അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് അതേപോലെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്തണം, എവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റ കളക്ട് ചെയ്തു, അത് സ്ക്രൂട്ടനൈസ് ചെയ്തു, അനലൈസ് ചെയ്തു, അതിനെ ബേസ് ചെയ്ത് നമ്മൾ അഡ്വൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, വി ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. ദാറ്റ് ഈസ് വി ഹാവ് ടു അഡോപ്റ്റ് ഇറ്റ്. അഡോപ്റ്റ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ എന്താണ്, ഫീസിബിൾ ആണോ നോക്കുക. അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ആണോ, നമ്മളെക്കൊണ്ട് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കണം. സോ ദാറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ബെഞ്ച് മാർക്കിംഗ്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും, എനിക്കൊരു പ്രോഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങാനും പറ്റും. പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് എനിക്ക് 10 രൂപ മാത്രമേ ആവുള്ളൂ, പക്ഷേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 15 രൂപയാവും. അപ്പോൾ അതിൽ കാര്യമുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ നോക്കും, അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതാണോ ബെറ്റർ, അതോ ഇൻ ഹൗസ് ഉണ്ടാക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, എനിക്ക് പിന്നെയും ലാഭം ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങുന്നതാണ്, അല്ലേ. സോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്തേ, എനിക്ക് എത്ര മിനിമം കോസ്റ്റിൽ ആ പ്രോഡക്റ്റ് എനിക്ക് അക്വയർ ചെയ്യാൻ പറ്റും, എത്ര പ്രോഫിറ്റിൽ എനിക്ക് ആ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നോക്കും. അതൊക്കെ നമുക്ക് എന്ത് പറയാം, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയാം. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റും ആ കോസ്റ്റ് കൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം, എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ നോക്കണം. ഓൾവേസ് ദ ബെനിഫിറ്റ് ഷുഡ് എക്സീഡ് ദ കോസ്റ്റ് ഇൻകേർഡ്. എന്നാൽ മാത്രമേ നമുക്ക് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റോ പ്രോഗ്രാമോ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു കമ്പയർ ദ കോസ്റ്റ് ഇൻകേർഡ് ആൻഡ് ദ ബെനിഫിറ്റ് ദാറ്റ് വി ഹാവ് എൻജോയ്ഡ്. സോ ഹിയർ എന്താണ്, നമുക്ക് പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്, പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് വേ എന്താണ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുക. എത്ര എനിക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, ഈ ഇൻകർ ചെയ്ത എക്സ്പെൻസ് എനിക്ക് അത്രത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് കമ്പയർ ചെയ്യുക. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയാം. റൈറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പെർഫോമൻസ് ഗ്യാപ്പ് അനാലിസിസ്. പെർഫോമൻസ് ഗ്യാപ്പ് അനാലിസിസ് പറയുമ്പം ഇപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡും ഉണ്ട്, ഒരു ആക്ച്വൽ പെർഫോമൻസും ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം 80 യൂണിറ്റ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, 20 യൂണിറ്റ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, ഡെഫിസിറ്റ് ഉണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം, ഗ്യാപ്പ് എന്ന് പറയാം. ദാറ്റ് ഈസ്
ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഒപ്റ്റിമൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റഗ്രേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, നമുക്ക് കിട്ടിയത് എന്താണ്, അതിനാണ് നമുക്ക് എന്താ പറയുക, ഗ്യാപ്പ് എന്ന് പറയാം. റൈറ്റ്. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാപ്പ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് എ വേരിയേഷൻ ബിറ്റ്വീൻ ദ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ ഡിസൈഡ് പെർഫോമൻസ്. അതിൽ തന്നെ ഫസ്റ്റ് വൺ എന്ന പെർഫോമൻസ് ഗ്യാപ്പ്. അതായത് ആക്ച്വൽ പെർഫോമൻസ് ഇതായിരുന്നു, എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഇതായിരുന്നു, ഇത് തമ്മിലുള്ള ഡീവിയേഷൻ, അതിന് പെർഫോമൻസ് ഗ്യാപ്പ് എന്ന് പറയാം. ദെൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച സെയിൽസ് 100,000 യൂണിറ്റ്സ് ആണെന്ന് വിചാരിച്ചു, ബട്ട് നമുക്ക് ആ കൂടെ 80,000 യൂണിറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ബഡ്ജറ്റഡ് സെയിൽസും അതേപോലെ ആക്ച്വൽ സെയിൽസും തമ്മിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച അത്ര സെയിൽസ് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ, ഉദ്ദേശിച്ചതിനാണ് കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനാണ് ശരിക്കും പറയുന്നത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് എന്ന് പറയാം. പ്രോഫിറ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് 20% പ്രോഫിറ്റാണ്, എനിക്ക് 15% പ്രോഫിറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടാർഗറ്റ് ആൻഡ് ആൻ ആക്ച്വൽ പ്രോഫിറ്റ്. മാൻ പവർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ, എനിക്ക് 100 എംപ്ലോയീസിനെ ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷേ എനിക്ക് ആ കൂടെ എത്രയാണ്, 50 എംപ്ലോയീസിന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 100 എംപ്ലോയീസേ വേണ്ടിയെന്നുള്ളൂ, ഐ ഗോട്ട് 120 എംപ്ലോയീസ്, 20 എംപ്ലോയീസ് എക്സസ് ആണ്, എനിക്ക് ആ എക്സസ് വേണ്ട. സോ മാൻ പവർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഹ്യൂമൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റിനാണ് എന്താ പറയുക, മാൻ പവർ ഗ്യാപ്പ് എന്ന് പറയാം. ഇനി സ്റ്റേജസ് ഇൻ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് വൺ അസർട്ടൈൻ ദ പ്രസൻറ്റ് സ്ട്രാറ്റജി. അതായത് എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ എന്ത് അനുമാനം ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്തത്, വാട്ട് ഓൾ ആർ ദി അസംഷൻസ് ഓൺ വിച്ച് സ്ട്രാറ്റജി ഈസ് ബീങ് ഡെവലപ്ഡ്. സെക്കൻഡ് വൺ എന്താണ്, പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ എൻവയൺമെൻറ്റ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കണം, ഭാവിയിൽ എന്ത് നടക്കും എന്നുള്ള നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, ഫോർസീ ചെയ്യണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്, ഇതുപോലെ ഡിറ്റർമൈൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്യാപ്പ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ദി ഫ്യൂച്ചർ എൻവയൺമെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തു, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ബാധിക്കുകയോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. നെക്സ്റ്റ്ലി വി ഹാവ് ദി റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ മാനേജേഴ്സിനും ഒരു റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ദേ ഹാവ് ടു ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ സർട്ടൺ ആക്ടിവിറ്റീസ് ദാറ്റ് ദേ ക്യാരി ഔട്ട്. സോ ഇവിടെ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, അതിനാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറയാം. ആൻഡ് അതായത് ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രൊഡക്ഷൻ ഹെഡ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസ് ഹെഡ് ഉണ്ട്, ഇറ്റ് ഈസ് എ മാനേജർ അല്ലേ. സോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിന് ഓരോ മാനേജറിന് വേണ്ടി അസൈൻ ചെയ്ത് കൊടുക്കും. ആ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസിൻ്റെ ഫുൾ ഉത്തരവാദിത്വം, ഫുൾ ചുമതല ആർക്കായിരിക്കും, ആ മാനേജറിനായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഹെഡിനായിരിക്കും. റൈറ്റ്. സോ ആൻഡ് ഓരോ റെസ്പോൺസിബിൾ സെൻറ്റർ പെർഫോം ചെയ്യുന്നത് ഇസ് ബി മെഷേർഡ് ബൈ ദി കോസ്റ്റ് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിലായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് 4 കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, കോസ്റ്റ് സെൻറ്റേഴ്സ് അല്ല, റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോസ്റ്റ് സെൻറ്റർ, റവന്യൂ സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് വെയർ ദി ഇൻപുട്സ് ആർ ബീങ് യൂസ്ഡ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത്ര പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ യൂസ് ചെയ്തു, ആ റോ മെറ്റീരിയലിന് ഇത്ര എക്സ്പെൻസ് ഉണ്ടായി, അതിനാണ് ശരിക്കും നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. റവന്യൂ സെൻറ്റർ ഇസ് എ സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മളിപ്പം പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്ട്സ് ഹാവ് ടു ബി സോൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ജനറേറ്റ് റവന്യൂ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ജനറേറ്റ് ദ സെയിൽസ് അല്ലേ. So on the basis of revenue generated, we can classify a division or a department as a revenue center. അപ്പോൾ എത്രയായിരുന്നു ശരിക്കും ടാർഗറ്റഡ് റവന്യൂ, എത്രയാണ് നമുക്ക് ആക്ച്വലി കിട്ടിയ റവന്യൂ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റവന്യൂ സെൻറ്റേഴ്സ്. ദെൻ വി ഹാവ് ദി പ്രോഫിറ്റ് സെൻറ്റേഴ്സ്. പ്രോഫിറ്റ് സെൻറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ കോസ്റ്റും റവന്യൂവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻകർ ചെയ്ത് കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം നമുക്ക് കിട്ടുന്ന റവന്യൂ, അല്ലെങ്കിൽ നമ്മൾ ഇൻകർ ചെയ്ത കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം നമുക്ക് കിട്ടേണ്ട സെയിൽസ്. ആൻഡ് ഒരു പ്രോഫിറ്റ് മാർജിൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ഒരു പ്രോഫിറ്റ് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം, ആ ടാർഗറ്റ് അറ്റൈൻ ചെയ്തോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് സെൻറ്റേഴ്സ്. Then we have lastly the fourth one, that is the investment centers. Investment centers പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സർപ്ലസ് എമൗണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇറ്റ് ഹാസ് ടു ബി ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി പൂൾഡ് ഇൻ. സോ അതുപോലെ എന്താണ്, ഡിഫറെൻറ്റ് അസറ്റ്സ് ഉണ്ടാവും, പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അസറ്റ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്
സെൻറ്റർ. അതായത് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, ആ ഇൻവെസ്റ്റ് ചെയ്തതിന് പുറത്ത് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്.